നോക്ക്, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും പാപങ്ങൾ ചെയ്തിട്ട് ന്യായീകരിച്ചവരും സ്നേഹിക്കുന്നവരെ വഞ്ചിക്കുന്നവരും ആ വസുധാരയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. എന്താ പോയാൽ എന്താ കുഴപ്പം? വസുധാര അവരുടെ അടുത്തേക്ക് വരില്ല, അത് മാറിപ്പോവും. വെള്ളത്തിന് എങ്ങനെ സത്യം അറിയാൻ പറ്റുന്നേ? ഇവിടെ പ്രകൃതിക്കും പാപികളെ തിരിച്ചറിയാനുള്ള പവറുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും വേസ്റ്റ് ഫെലോ ഞാനാണെന്ന് എന്റെ ഫീലിംഗ്. എന്റെ ഫീലിംഗ് അത് തന്നെ. അതുകൊണ്ടാ പോവണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകും. ആ വെള്ളം എന്ത് കാണിക്കുന്നു കാണണമല്ലോ. ടീക്കേ ജാओ. കഷ്ടം. എന്നിട്ട് വേണം ഇവനോ 4 വർത്തമാനം. വെള്ളത്തിനൊക്കെ ജീവനുണ്ട്. അല്ല എന്നോടാ പോകുന്നു, പോണു. बेशरम और बदतमीज, तुम्हें इतनी सी भी शर्म नहीं आई कि तुम ऐसे पवित्र स्थान पर आए हो, फिर कभी भी यहाँ आने की हिम्मत भी नहीं करना. तुम्हारे जैसे लोगों की जगह नहीं है. ഇവൻ ആരടാ ഇത്രയ്ക്ക് മഹാഭാവി? ഇവനെ ബദരിനാഥ് വേഗം പുറത്താക്ക്. മെനക്കെടണ്ട, ഞാൻ താനേ പൊയ്ക്കോളാം. ഞാൻ യൗമാരെന്ന് വാങ്ങിച്ചു പിടിക്കും. ഞാൻ ഒരുപാട് അലവലാദികളെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ ഒരുത്തനെ ആദ്യം കാണുക. കണ്ടില്ലേ അപ്രത്യക്ഷമായത്? നീ ഏത് നാട്ടുകാരനാടാ? എന്റെ ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ചെയ്ത് തരാം. ആദ്യം വെള്ളം വരുത്താൻ നോക്ക്. ദൈവമേ, ഉമ്മാരെ കൊല്ലാതെ വിട്ടാ മതിയായിരുന്നു. അമ്മാവാ, ഇനി ഇവിടെ നിന്ന കുഴപ്പാ. ഇതിന്റെ മുമ്പിൽ പണിഞ്ഞാലുണ്ടല്ലോ, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, സാറ് പോയിട്ട് വാ. എന്തിനാ മാവ ഇത്? പോയിട്ട് വാ സാർ. കാരണവശാൽ അതിന്റെ അടുത്തേക്കൊന്നും പോയേക്കരുത്. സിറ്റുവേഷൻ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. ചൂടാവരുത്. ഞാനൊന്ന് പറയട്ടെ, ഞാൻ പോയാൽ ഇതുപോലെ മടങ്ങി വന്നേക്കാം. നീ പോവുകയാണെങ്കിൽ പിന്നെ വരില്ല. വേസ്റ്റ് ഫെലോ ആണെങ്കിലും കറക്റ്റാ പറഞ്ഞത്. ഏയ് വസുധാര, എത്ര ജന്മം കഴിഞ്ഞാലും ഒറ്റ തുള്ളി പോലെ എന്റെ മേല് വീഴില്ലെന്നാ ബദ്രി പറഞ്ഞത്. ഇപ്പോ ഞാൻ അവനെ സ്നേഹിക്കുന്നു, മനസ്സ് നിറഞ്ഞ സ്നേഹിക്കുന്നത്. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ എന്റെ ദേഹത്ത് വീഴില്ലേ? ആര് വീഴണമെന്നാ? ഈ വസുധാര വീണാലും ആ ബദ്രി വീഴില്ല. എന്താ, എനിക്കെന്താ ഒരു കുറവ്? ആ ബദ്രിനാഥിനോടുള്ള ഭക്തിയാ കുറവ്. എപ്പോഴാണോ ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയത്, ഇനി അവന്റെ ഇഷ്ടം തന്നെയാ എന്റെ ഇഷ്ടം. ഇപ്പൊ ബദ്രിയെ ഇഷ്ടമായതുകൊണ്ട് ആ ബദ്രിനാഥിനെ ഇഷ്ടമാ. ഓഹോ, 7 ദിവസത്തിനുള്ളിൽ എന്നെ ഇവിടെ വണങ്ങിക്കൂ എന്നാ മുത്തച്ഛനോട് പറഞ്ഞത്. 7 മിനിറ്റിനുള്ളിൽ ക്ഷേത്രത്തിലെത്തി അവന്റെ ഇഷ്ടം പോലെ ഞാൻ വണങ്ങിയിരിക്കുമെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഞാൻ ഇപ്പൊ തന്നെ പോവുക. എന്താ നിങ്ങൾക്ക് നോക്കി നടക്കാൻ വയ്യേ? കേട്ടില്ലേ ഈ പെണ്ണ് എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നേ? അല്ലെങ്കിൽ ഈ പണക്കാരല്ല ഇങ്ങനെ തന്നെയാ. അവരുടെ കണ്ണ് നിലത്തങ്ങും ആയിരിക്കില്ല, ആകാശത്ത് നോക്കി ആ നടപ്പ്. എന്താ പെണ്ണെ, നിന്റെ അച്ഛനോട് പറഞ്ഞ് തൊലിയും കൂടി സ്വർണത്തിൽ പൊതിഞ്ഞോണ്ട് നടക്കാമായിരുന്നില്ലേ? ആവശ്യമുള്ളപ്പോ ചെയ്തോളാം. എന്താ ഇനി നിങ്ങൾ സംസാരിച്ചോ? എന്താ പ്രശ്നം? നോക്ക്, ഈ പെണ്ണ് എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്ന. അഹങ്കാരം എന്നൊക്കെ പറഞ്ഞു. നിക്കുകുട്ടി, ഇതാരാണെന്ന് അറിയാവോ? ബദ്രിയുടെ അമ്മ അച്ഛനോ? ഇനി ആയിക്കോ. പെട്ടെന്ന് എന്താണ് ഇവിടെ ഇങ്ങനെ ആയിപ്പോയത്? ഇതാരാണെന്ന് അറിയാമോ? ബദ്രിയെ സ്നേഹിക്കുന്ന പെണ്ണാ, നിങ്ങളുടെ മരുമകളാകേണ്ടത്. ഇനി എന്താന്ന് വെച്ചാ ആയിക്കോ. നമസ്കാരം അമ്മായി. അയ്യോ, കണ്ടില്ലേ എന്തൊരു മര്യാദ ഈ മോക്ക്. നമസ്കാരം പറഞ്ഞത് കേട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ പണമുള്ള വീട്ടിലെ പെൺകുട്ടികളെല്ലാം അങ്ങനെയല്ലേ? എടാ ചെറുക്ക, ആസ്തിയൊക്കെ എങ്ങനെ ഉണ്ട്? ഒരു 100 കോടി വരും. നീ എന്താണ് ഇങ്ങനെ ഞെട്ടുന്നത്? ഇങ്ങ് വന്നേ. 100 കോടി എന്ന് വെച്ചാ എത്രയാ? ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള എന്തും വാങ്ങിക്കാനുള്ളത്. അയ്യോ, വെയിലത്താണല്ലോ നിക്കുന്നത്. ഇതിലും കുറച്ചുകൂടെ വലുത് വാങ്ങിച്ചൂടെ? വാ മോളെ,
നമ്മളെ പോലെ പണമുള്ളവരാരും ഇങ്ങനെ വെയിലത്ത് നിക്കരുത്. നമ്മളെ പോലെയോ? ഞങ്ങളിപ്പൊ പണക്കാരല്ലേടാ. അതിന് നമ്മളെപ്പോഴാ പണക്കാരായത്? ഇവളെന്റെ മരുമോളാവാൻ പോവല്ലേ. അതെ അമ്മായി. ഒരു കാര്യം അറിയോ, വള്ളിസ്വാമി ഇത്ര അർജന്റായി നമ്മളെ എന്തിനാ വിളിപ്പിച്ചെന്ന് ഇപ്പൊ മനസ്സിലായോ? എന്തിനാ? ഇവരുടെ കല്യാണത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാ. അതെയോ? ആ. നടക്ക്. പൊന്നെ, വെയില് കൊള്ളല്ലേ. എങ്ങോട്ടാ? ആ ബദ്രി. ഇങ്ങോട്ട് പോയാൽ ലവ് മാരേജ് ആകൂന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ട് പോയാൽ അറേഞ്ച്ഡ് മാരേജ്. ഇപ്പൊ തന്നെ കാര്യം അറിയാം. ആണല്ലേ? അതെ. അയ്യോ, എന്റെ മരുമോളെ നോക്ക്, മീനിങ്ങുന്നത് കണ്ടില്ലേ? അതെ അതെ. വാ, ഞാൻ ഇവിടെ നിന്ന് കേട്ടോളാം. നിങ്ങൾ പോയിട്ട് വാ, വേഗം ചെല്ല്. നമസ്കാരം ഗുരുജി. ഗോവിന്ദവാ, ഞങ്ങളോട് അർജന്റായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്താണാവോ അത്? അമർനാഥ് ക്ഷേത്രത്തെയും ഭക്തരെയും രക്ഷിച്ച് ബദ്രി എന്റെ പേര് നിലനിർത്തി. എത്രയൊക്കെ ആയാലും അങ്ങയുടെ ശിഷ്യനല്ലേ? എന്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും പ്രാവീണ്യം നേടിയത് അവനൊരാൾ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ശേഷം തക്ഷശിലയുടെ ആചാര്യസ്ഥാനത്ത് അവനെ അവരോധിക്കാനാ തീരുമാനം. അങ്ങയുടെ ഇഷ്ടം പോലെ അവൻ അവിടുത്തെ അല്ലേ? അതിനൊരു നിഷ്ഠയുണ്ട്. ആ സ്ഥാനത്തേക്ക് വരുന്നത് ആരായാലും അവൻ നിത്യബ്രഹ്മചാരി ആയിരിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ എന്റെ മോൻ ഒരിക്കലും കല്യാണം കഴിക്കാൻ ഒക്കില്ലേ? പാടില്ല. തലമുറകളായി തക്ഷശില സമ്പ്രദായം നിലനിർത്താനായി ഞാനും എന്റെ ഗുരുവും അദ്ദേഹത്തിന്റെ ഗുരുവുമെല്ലാം ബ്രഹ്മചര്യം ആചരിക്കുന്നു. അതിന് അച്ഛന്റെയും അമ്മയുടെയും കൂടി അനുവാദം വേണം. ആലോചിച്ചു പറയൂ. ഒന്നും ആലോചിക്കണ്ട, പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. നമ്മുടെ മോനെ അങ്ങനെയൊന്നും ആക്കണ്ട. ദേ കണ്ടില്ലേ ആ കുട്ടി എന്തുമാത്രം വിഷമിക്കുന്നെന്ന്. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ആ കുട്ടിയെ കുറിച്ചല്ല, നമ്മുടെ മോനെ കുറിച്ചാ. ഒരുമിച്ച് ജീവിക്കുന്നതും പിള്ളേരുണ്ടാകുന്നതും ഒക്കെ മനുഷ്യർക്കെന്നല്ല മൃഗങ്ങൾക്കും അങ്ങനെയാ. എന്നാൽ തക്ഷശിലയിൽ ഈ സ്ഥാനത്തിരിക്കാൻ കോടി ജനങ്ങളിൽ ഒരാൾക്കാണ് അവസരം. ആഹ്ലാദിക്കുക വേണ്ടത്, വിഷമിക്കരുത്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ നിർബന്ധിക്കില്ല. ഞങ്ങൾക്ക് സമ്മതം. സ്വാമി, ഒരു വാക്ക് എന്റെ മോനോട് ചോദിച്ചിട്ട്. അവൻ എന്റെ ശിഷ്യനാ. എന്റെ വാക്ക് നിരസിക്കില്ല. അളകനന്ദ, അളകനന്ദ, ഞാൻ കേട്ടത് സത്യമാണോ? ക്ഷേത്രത്തിൽ വണങ്ങാൻ പോവാണെന്ന്. എങ്ങനെയാ വണങ്ങുന്നത്? കൈകൊണ്ട് വണങ്ങോ, സാഷ്ടാംഗം വണങ്ങോ, അതോ ശയന പ്രദക്ഷിണം വെക്കുവോ? എന്നാരാ പറഞ്ഞത്? ഞാൻ വണങ്ങില്ല. എന്താ ഇപ്പൊ തന്നെ ചെയ്യൂന്ന് പറഞ്ഞിട്ട്? അപ്പൊ അങ്ങനെ തോന്നി, ഇപ്പൊ തീരുമാനം മാറ്റി. എന്താ പെട്ടെന്ന് മാറ്റിയത്? ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അയാൾ എനിക്ക് ഒരിക്കലും കിട്ടില്ല. അവൻ ആരാണെന്ന് പറ, പിടിച്ചോണ്ട് ഒന്ന് കല്യാണം കഴിപ്പിക്കാം. ഞാൻ സ്നേഹിക്കുന്നത്. അവൻ എന്റെ ശിഷ്യനാ. എന്റെ വാക്ക് നിരസിക്കില്ല. ഒന്നും വേണ്ട. നിനക്ക് മാത്രമല്ല, നിന്റെ ബദ്രിനാഥന് പോലും കഴിയില്ല. ഏയ്, എന്തറിയാം നിനക്ക് ഈ ബദ്രിനാഥ് ക്ഷേത്രത്തെ കുറിച്ച്? മറ്റന്നാൾ അഖണ്ഡ ജ്യോതി തെളിയിച്ച് 6 മാസം വരെ ഈ ക്ഷേത്രം അടച്ചിടുന്ന അതിപുണ്യമായ ദിവസമാണ്. ആ 6 മാസം ഈ മഹാക്ഷേത്രം മഞ്ഞിൽ മൂടിക്കിടക്കും. തിരിച്ച് 6 മാസം കഴിഞ്ഞ് ഈ ക്ഷേത്രവാതിലുകൾ തുറക്കുമ്പോ ആ അഖണ്ഡ ജ്യോതി അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതെയോ? അതെ, ദൈവം ഉണ്ടെന്ന് പറയാൻ ഇതിലും വലിയൊരു അത്ഭുതം വേറെയില്ല. ഇത്രയും പ്രസിദ്ധമായൊരു ക്ഷേത്രം ഈ ലോകത്തിൽ വേറെയില്ല. മറ്റന്നാൾ അഖണ്ഡ ജ്യോതി കണ്ട് നിന്റെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ. 6 മാസം കഴിഞ്ഞ് വീണ്ടും നീ ആ ജ്യോതി ദർശിക്കുമ്പോ നീ പ്രാർത്ഥിച്ചത് എന്തായാലും തീർച്ചയായും നടന്നിരിക്കും. സത്യമാണോ? അതെ,
പക്ഷെ ഒരു കണ്ടീഷൻ, എന്റെ ബദ്രീനാഥിന് ഇഷ്ടമുള്ള ബ്രഹ്മകമലം വെച്ചിട്ട് വേണം നീ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ. എവിടെ കിട്ടുവാ പൂവ്? आओ मेरे साथ, चलो. സർക്കാർ. എന്താ മിനിസ്റ്റർ ഒരു വിഷമം പോലെ? എന്റെ ഇളയ മകളെ ആ പ്രതിപക്ഷ നേതാവിന്റെ മകൻ തട്ടിക്കൊണ്ടുപോയി സർക്കാർ. അവൻ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. ഇതിൽ 50 ലക്ഷം രൂപയുണ്ട്. ഞാനേ സോറി മിനിസ്റ്റർ, ലാൻഡ് സെറ്റിൽമെന്റ് ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. ആ കോൺട്രാക്ടറെ കൊല്ലാൻ പറഞ്ഞു, കൊന്നു. നിങ്ങൾക്ക് റവന്യൂ വേണമെന്ന് പറഞ്ഞു, മാറ്റി തന്നു. എന്നാൽ നിങ്ങൾ എത്ര കോടികൾ തന്നാലും പ്രേമ വിഷയത്തിൽ മാത്രം ഞാൻ ഒരിക്കലും ഇടപെടില്ല. നമസ്കാരം സാർ. നിന്റെ ഭർത്താവ് മരിച്ചപ്പോ വരാൻ പറ്റിയില്ല, സോറി. നിന്റെ പേര് മഹാലക്ഷ്മി. ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കണമെന്നാണോ അതോ ഗംഗയിൽ ഒഴുക്കണമെന്നാണോ ആഗ്രഹം? ഇയാള് ചത്തതുകൊണ്ടല്ലേ സാർ സാറിന്റെ ഭാര്യയ്ക്ക് അപമാനം ഉണ്ടായത്? എന്താ ഉണ്ടായത്? എത്രയോ പേരുടെ ജീവൻ എടുത്ത ഒരു റോഡിയുടെ ഭാര്യയാണെന്ന് പറയുവാൻ നാണാവുന്നില്ലേ? ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം ഈ നാവ് കൊണ്ട് നിങ്ങളെ അപ്പച്ചിയെന്ന് വിളിക്കില്ല. കൊന്നുകളഞ്ഞേക്കട്ടെ ഞാൻ അവളെ. അവളെ കൊല്ലണമെങ്കിൽ അത് നീ വരുന്നതിന് മുമ്പേ ആകാമായിരുന്നു സർക്കാർ. അപ്പൊ ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോൻ അത് ചെയ്യുമായിരുന്നു. ഏത് നാവുകൊണ്ടാണോ അവൾ എന്നെ അപ്പച്ചിന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞത്, അതേ നാവുകൊണ്ട് എന്നെ ജീവിതകാലം മുഴുവൻ അപ്പച്ചിന്ന് വിളിച്ചിരിക്കണം അവൾ. അതിന് എന്റെ മകൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കണം. ഇതാണ് എന്റെ ആദ്യത്തെ ആഗ്രഹവും അവസാനത്തെയും. എവിടെ ഉണ്ടടാ അവൾ? ഹലോ, നമസ്തേ സാർ. അളകനന്ദ എവിടെയാടാ? ഈ ബദ്രീനാഥിൽ ബദ്രി എന്നൊരു പയ്യനുണ്ട്. അവന്റെ കൂടെ അളകനന്ദ. അമൃതം പൊഴിയണ രാത്രി, അവരുടെ തരളിത്ത രാത്രി എന്നുവെച്ചാ അവര് തമ്മിൽ പ്രേമത്തിലാണ് സാർ. ആരാടാ അവൻ? ഈ നവംബർ 15 ടെലികാസ്റ്റ് ചെയ്ത ചാനൽസും പത്ര റിപ്പോർട്ട്സും നോക്കിയാൽ മതി അവൻ ആരെന്ന് മനസ്സിലാകും. 24 മണിക്കൂറിനുള്ളിൽ അവനെ എനിക്ക് കിട്ടിയിരിക്കണം. ഞാനേ ഈ ലോകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള എന്താണെന്നറിയോ? റൗഡിസം, അധികാരം, പണം? നെവർ. പ്രണയം. നമ്മൾ ഇത്ര കാലവും ചെയ്ത കൊലപാതകങ്ങളെല്ലാം കാശിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും ഒക്കെ ആയിരുന്നു. എന്നാൽ ഫസ്റ്റ് ടൈം പ്രേമത്തിനു വേണ്ടി ചെയ്യാൻ പോവുകയാണ്. പ്രേമം എന്നാൽ എത്ര പവർഫുൾ ആണെന്നറിയോ നിനക്ക്? രാഷ്ട്രങ്ങളും രാജ്യങ്ങളും വരെ നശിച്ചു പോയിട്ടുണ്ട്. ആ ബദ്രിയുടെ കാര്യത്തിൽ ചത്തോ ഇല്ലയോ എന്നറിയാൻ 3 തവണ കൺഫേം ചെയ്തുകൊള്ളണം. ശരീരം നോക്കിയിട്ട് മാത്രമാകരുത്, ശ്വാസം നോക്കിയിട്ട് വേണം. അവൻ മരിച്ചെങ്കിൽ മാത്രമേ അളകനന്ദയെ ഇവിടേക്ക് കൊണ്ടുവരാവുള്ളൂ. പൊയ്ക്കോ. ശരി ഡാഡി. ബദ്രി, ഇവിടെ അനിമൽസ് ഒക്കെ ഉണ്ടാവോ? ആനകളുണ്ടാവും. അതിന് എനിക്ക് പേടിയില്ല. വന്നാലത് നീ പറഞ്ഞ പോവല്ലോ. ഞാൻ പറഞ്ഞ പോവാൻ അത് അമ്പലാനകളൊന്നും അല്ല, കാട്ടാനകളാ. കാടായത്. വേണ്ടത് ചോദ്യമൊന്നും വേണ്ട, നടക്ക്. സൂക്ഷിച്ച്, സ്ലിപ്പായ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോവും. ഏ ബദ്രി, ഈ പൂക്കൾ എവിടെയുള്ളത്? എന്തൊരു സ്ട്രെയിൻ അത്. സ്ട്രെയിൻ ഇതൊന്നും അല്ല, ഇനിയും കുറെ പോണം. വാ, നടക്ക്. സ്ലിപ്പാവല്ലേ? ബദ്രി, എന്തേ തളർന്നു പോയോ? സ്റ്റാമിന ഉണ്ടാവണം മാഡം, സ്റ്റാമിന. എങ്ങനാ സ്റ്റാമിന ഉണ്ടാവുന്നേ? കുഞ്ഞിലെ മുതൽ ഞാൻ വണ്ടിയിലല്ലാതെ പോയിട്ടില്ല, ഷൂ ഇല്ലാതെ നടന്നിട്ടില്ല, സ്പൂണില്ലാതെ കഴിച്ചിട്ടില്ല. നിന്നെ പോലെ കാട്ടിലല്ല ജീവിക്കുന്നത്. എനിക്കിനി നടക്കാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ ലവ് ഫെയിലിയർ. അവനെ കിട്ടുമെന്ന് തോന്നില്ല. ഓ,
ബദ്രി യെസ് മിസ് അളകനന്ദ. എന്നാ അപ്പോഴേക്കും തളർന്നു പോയോ? സ്റ്റാമിന വേണം മോനെ, സ്റ്റാമിന. അങ്ങോട്ടല്ല പോകേണ്ടത്, ഇങ്ങോട്ടാ. ആ ഇവളുടെ ലവർ ആരാണെങ്കിലും അവന്റെ കാര്യം പോക്ക. സൂക്ഷിച്ച്, പായലുണ്ട്. ഓയ് നാജി, ആ ബദ്രി, അവിടെ ബ്രഹ്മകമലമുണ്ടോ? ഇവിടെ ഇല്ലടാ. ആ നീലകണ്ഠ പർവ്വതത്തിൽ ആവശ്യം പോലെ ഉണ്ട്. എന്റെ അമ്മേ, വാ നടക്ക്. ആ ബദ്രി, എനിക്കൊരു ഐഡിയ. അയാളുടെ കയ്യിലുള്ള പൂ എനിക്ക് തരാൻ പറ, ഞാനത് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാം. എങ്ങനെയുണ്ട്? നിനക്ക് വിശക്കുമ്പോ നീ കഴിക്കോ അതോ മറ്റുള്ളവർ കഴിച്ചാൽ മതിയോ? പ്രേമിക്കുന്നത് നീ, കല്യാണം കഴിക്കാൻ പോകുന്നത് നീ. പൂവ് നീ തന്നെ പറിച്ച് നീ തന്നെ വെക്കണം. വാ.